അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറി ഫ്രീസർ എത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 4 ഫ്രീസറുകൾ എത്തിച്ചത്. ദേശീയപാതയുടെ സർവീസ് റോഡിൽ വാഹനങ്ങളുടെ നിയമലംഘനം പതിവ് കാഴ്ചയാകുന്നു. ഇതിന്റെ ദുരന്ത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക കാൽനട യാത്രികർ. ബസ്സുകളുടെയും ജീപ്പിന്റെയും മിനിയേച്ചർ ഒരുക്കി അത്ഭുതപ്പെടുത്തി കാങ്കോൽ കാളീശ്വരത്തെ KV ഗോവിന്ദൻ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഗോവിന്ദന് കമ്പം വാഹനങ്ങളുടെ മിനിയേച്ചർ പതിപ്പൊരുക്കാൻ. സഹായികളായി കുടുംബവും. വാർത്തകൾ വിശദമായി. ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറി ഫ്രീസർ എത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 4 ഫ്രീസറുകൾ എത്തിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറി ഫ്രീസർ എത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 4 ഫ്രീസറുകൾ എത്തിച്ചത്. 1.5 വർഷം മുമ്പ് തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ആവശ്യത്തിനായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 7.25 ലക്ഷം രൂപ നൽകിയിരുന്നു. എന്നാൽ വിതരണ കമ്പനി വൈകിക്കുകയായിരുന്നു. സ്ഥാപനത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം 4 യൂണിറ്റ് എത്തിച്ചത്. ജൂൺ മധ്യത്തോടെ ഇവ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ 6 മാസത്തിലേറെയായി 12 ഫ്രീസറുകളിൽ 8 എണ്ണം കേടായതിനാൽ മൃതദേഹങ്ങളുമായി പോലീസും മരിച്ചവരുടെ ബന്ധുക്കളും നെട്ടോട്ടത്തിലായിരുന്നു. കേടായി കിടക്കുന്ന ഫ്രീസറുകളും ഇതോടൊപ്പം റിപ്പയർ ചെയ്യും. ഇതോടെ 16 ഫ്രീസറുകളാണ് മോർച്ചറിയിലുണ്ടാവുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ദേശീയപാതയുടെ സർവീസ് റോഡിൽ വാഹനങ്ങളുടെ നിയമലംഘനം പതിവ് കാഴ്ചയാകുന്നു. ഇതിന്റെ ദുരന്ത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക കാൽനട യാത്രികരാണ്. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾക്കായി സർവീസ് റോഡ് നിർമ്മിച്ചാണ് ഗതാഗത സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ സർവീസ് റോഡിനാകട്ടെ പലയിടങ്ങളിലും വീതിയും കുറവാണ്. സർവീസ് റോഡരികിൽ ഒരുക്കിയ ഊജാൽ സംവിധാനത്തിന് മുകളിലൂടെയാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത്. എന്നാൽ വാഹനങ്ങൾ നിയമം ലംഘിച്ച് ഈ നടപ്പാത വഴി കയറിയിറങ്ങി മറ്റു വാഹനങ്ങളെ മറികടക്കുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഇത് വലിയ അപകടത്തിന് കാരണമാകുന്നുമുണ്ട്. ഇത് കാരണം കാൽനട യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നത്. ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കാൻ അനുവാദമുള്ള സർവീസ് റോഡിൽ കൂടി എതിർഭാഗത്തു നിന്ന് വാഹനങ്ങൾ കടന്നു വരുന്നതും അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ഒരേ വൈബുള്ളവരായാൽ നന്നായിരിക്കുമല്ലേ? അങ്ങനെ ഒരു കുടുംബമുണ്ട് തൃക്കരിപ്പൂർ പടന്നയിൽ. യാത്രയെ സ്നേഹിക്കുന്ന KMC മുഹമ്മദ് കുഞ്ഞിയും യാത്ര തുടങ്ങുമ്പോൾ 1 വയസ്സ് പോലും തികയാത്ത പേരക്കുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബം. ഇവർ 7 മാസം കൊണ്ട് 56 രാജ്യങ്ങളാണ് കണ്ടുതീർത്തത്. 7 മാസം കൊണ്ട് ലോകത്തിലെ വിവിധ വൻകരകൾ താണ്ടി തൃക്കരിപ്പൂർ പടന്നയിലെ KMC മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും 212 ദിവസങ്ങൾ കൊണ്ട് 56 രാജ്യങ്ങളാണ് റോഡ് മാർഗം 76,000 കിലോമീറ്റർ ഇവർ സഞ്ചരിച്ചത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെയായിരുന്നു യാത്ര. KMC മുഹമ്മദ് കുഞ്ഞിയുടെ കുടുംബാംഗങ്ങളായ ഭാര്യ AK നഫീസത്ത്, മകൻ അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ്, മകൾ ഡോക്ടർ മുനീഫയുടെ മകൻ വിൽഡൻ എസ്സിൻ ആദം എന്നിവരാണ് ഏറെ സാഹസികമായ ഈ യാത്ര നടത്തിയത്. പ്രത്യേകം സജ്ജീകരിച്ച കാറിലായിരുന്നു ഇവരുടെ യാത്ര. കഴിഞ്ഞ ഒക്ടോബറിൽ മുംബൈയിൽ നിന്നുമാണ് കുടുംബം യാത്ര തിരിച്ചത്. ദുബായ്, ഇറാൻ, ഇറാഖ്, അസർബൈജാൻ, ജോർജിയ, തുർക്കി വഴിയാണ് യൂറോപ്പിലെത്തിയത്. പിന്നീട് ആഫ്രിക്കൻ രാഷ്ട്രമായ മൊറോക്കയിലെത്തിയ ശേഷമാണ് പോർച്ചുഗലിലേക്ക് പോകുന്നത്. ഫ്രാൻസ്, അയർലൻഡ്, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, റഷ്യ, കസാക്കിസ്ഥാൻ, അർമേനിയ, ചൈന, തിബറ്റ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച്
നേപ്പാൾ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തി. മൊറോക്കോ വെസ്റ്റേൺ സഹാര കവർ ചെയ്തു. ബ്രിട്ടൻ, മെയിൻലാൻഡ് യൂറോപ്പിൽ വന്ന് പോർച്ചുഗൽ, ഫ്രാൻസിൽ നിന്ന് UK, അയർലൻഡ് പോയി, ബ്രിട്ടൻ, ഫ്രാൻസ് വന്നു. പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലോട്ട് ട്രാവൽ ചെയ്തു. നെതർലാൻഡും ഡെൻമാർക്കും സ്വീഡൻ, നോർവേ, ഫിൻലൻഡിൽ നിന്ന് ഷിപ്പ് മാർഗം എസ്റ്റോണിയയിലോട്ട് വന്നു. എസ്റ്റോണിയയിൽ നിന്ന് റഷ്യയിലോട്ട് പോയി. അപ്പം റഷ്യയിൽ നിന്ന് നമ്മുടെ ഐറ്റനറി പ്രകാരം കസാഖ്സ്ഥാനിലോട്ടായിരുന്നു പോകേണ്ടിരുന്നത്. അവിടെ ഒരു പ്രശ്നം വന്നു. റഷ്യ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല കസാഖ്സ്ഥാനിലോട്ട്. തുടർന്ന് വീണ്ടും ജോർജിയയിൽ എൻ്റർ ചെയ്ത് ജോർജിയയിൽ നിന്ന് അർമീനിയ, ഇറാൻ വഴി അഫ്ഗാൻ കയറി അഫ്ഗാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നീട് കസാഖിസ്ഥാനിലോട്ട് എൻ്റർ ചെയ്യേണ്ടാവും. ഏകദേശം 12,000 കിലോമീറ്റർ എക്സ്ട്രാ ഡ്രൈവ് ചെയ്യേണ്ടാവുന്നു. അങ്ങനെ കസാഖിസ്ഥാനിൽ നിന്ന് നമ്മൾ ചൈനയിലോട്ട് എൻ്റർ ചെയ്തു. ചൈനയിൽ നേപ്പാൾ, ചൈന ടിബറ്റ് വഴി നേപ്പാളിലോട്ട് എൻ്റർ ചെയ്തു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയാണ്. 9 ദിവസം മുമ്പാണ് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയത്. വിൻഡൻ എസ്എൻ ആദം എന്ന പിഞ്ചു കുഞ്ഞിനുൾപ്പെടെ കുടുംബാംഗങ്ങൾക്കെല്ലാം നീണ്ട ഈ യാത്രയിൽ മറക്കാനാകാത്ത ഒരുപിടി ഓർമ്മകൾ തന്നെ പങ്കുവയ്ക്കാനുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കൊല്ലാട പാലത്തിനടുത്ത് എന്നും തിക്കും ഗതാഗത കുരുക്കുമാണ്. ഇതൊരു ടൗണൊന്നുമല്ല, ആകെയുള്ളത് ഒരു പെട്ടിക്കട മാത്രം. അവിടുത്തെ പരിപ്പുവടയുടെ രുചി ആസ്വദിക്കാൻ എത്തിയവരുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കൊല്ലാടയിലെ കുഞ്ഞുമൊയ്തീനും കുഞ്ഞുമൊയ്തീന്റെ ചായക്കടയും അവിടെയുള്ള പരിപ്പുവടയും അത്ര കണ്ട് ഫേമസ് ആണ്. 10 രൂപ നൽകിയാൽ സാധാരണയിൽ കവിഞ്ഞ വലിപ്പമുള്ള രുചിയുള്ള പരിപ്പുവട കഴിക്കാം. പരിപ്പുവട മാത്രമല്ല, പഴംപൊരിയും ഉഴുന്നുവടയും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ എന്നും ഫേമസ് പരിപ്പുവട തന്നെ. കൂട്ടത്തിൽ സൂപ്പർ ചായയും ലഭിക്കും. ഇതുവഴി പോകുന്ന ആരും കുഞ്ഞുമൊയ്തീന്റെ ചായക്കടയിൽ കയറി ഒരു ചായയും പരിപ്പുവടയും കഴിക്കാതെ പോകില്ല. പറ്റിയാൽ 2 എണ്ണം പൊതിഞ്ഞും വാങ്ങും. വൈകുന്നേരങ്ങളിൽ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങും. ഇതോടെ ഇവിടെ ജനത്തിരക്കേറി ട്രാഫിക് ജാമുമാകും. 12 മണിക്കു ശേഷമേ മൊയ്തീൻ കട തുറക്കൂ. അപ്പോഴേക്കും ആളുകൾ ഹാജരായിട്ടുണ്ടാകും. നാട്ടുകാർക്കൊക്കെ വൈകുന്നേരത്തെ ചായയുടെ പലഹാരം ഇവിടുന്ന് തന്നെ. വീട്ടിൽ ചായ തിളക്കുമ്പോഴേക്കും ചൂട് പരിപ്പുവട വാങ്ങി വരാം. പണി എന്തെളുപ്പം. എല്ലാ ഹോട്ടലുകളും 12 രൂപ പലഹാരങ്ങൾക്ക് വാങ്ങുമ്പോൾ ഇവിടെ 10 രൂപയേയുള്ളൂ. ഇതെല്ലാം കൊണ്ട് കൊല്ലാട പാലമെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുമൊയ്തീന്റെ ചായക്കട എന്ന ചിന്തയിലേക്ക് നാട്ടുകാരെത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കനത്ത മഴയെ തുടർന്ന് പിലാത്തറ ദേശീയപാത സർവീസ് റോഡിൽ വെള്ളക്കെട്ട് കാരണമുണ്ടായ ഗതാഗത സ്തംഭനം വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ഏറെ നേരം ദുരിതത്തിലാക്കി. പിലാത്തറ ജംഗ്ഷനിൽ അടിപ്പാത കടന്ന ഉടനെ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്നയിടത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. വെള്ളമൊഴുകിപ്പോകാൻ വഴിയില്ലാത്തതിനാൽ റോഡ് തോടായ അവസ്ഥയിലായിരുന്നു. ഇതോടെ കാൽനടയാത്രക്കാരടക്കം ഏറെ പ്രയാസത്തിലായി. ദേശീയപാത നിർമ്മാണം തുടങ്ങിയ ശേഷം ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുന്നത് പതിവായിരിക്കുകയാണ്. വെള്ളമൊഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതിനാലാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമാകുന്നത്. അപ്പോഴേക്ക് ഈ വെള്ളക്കെട്ട് കൊണ്ടെന്ന് പറഞ്ഞാൽ പല വാഹനങ്ങളും ഇവിടെ എത്തുമ്പോൾ ഒരു എങ്ങനെയാണ് ഇവിടെ ഇതിലേക്ക് പോകേണ്ടതെന്ന് അറിയുന്നില്ല. ഭയങ്കര സ്പീഡായിട്ട് വന്നിട്ട് ഈ ഷോപ്പിലേക്ക് വെള്ളം വരുന്നൊരവസ്ഥയുണ്ട്. പിന്നെ അതുപോലെ ഷോപ്പിൽ സാധനം മേടിക്കാൻ ആരും തന്നെ വരാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോഴേക്ക് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഞാൻ നിരന്തരം ഇതിലേക്കൂടെ ഹൈവേൻ്റെ വാഹനം തടഞ്ഞു നിർത്തി പറഞ്ഞു, വേണ്ടപ്പെട്ടവരോട് ഇപ്പോൾ ശരിയാക്കാം എന്ന് പറയുന്നല്ലാണ്ട് ആരും തന്നെ ഇതുവരെ ശരിയാക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ട് ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്ന അധികൃത ഭാഗത്തിന് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാലവർഷം തുടങ്ങിയാൽ ഇതുവഴിയുള്ള യാത്ര ഏറെ പ്രയാസകരമാകും. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കടന്നു പോകുന്ന റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുട്ടികൾക്കായി വരയും കുറിയും കൊട്ടും പാട്ടും അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കോറം രക്തസാക്ഷി വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോറം രക്തസാക്ഷി വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വരയും കുറിയും കൊട്ടും പാട്ടും അവധിക്കാല ക്യാമ്പിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ നിർവഹിച്ചു. വലിയ നോവൽ എഴുതിയ എഴുത്തുകാരിയാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടിയായിരിക്കുമ്പോൾ ലളിതാംബിക അന്തർജനം, അച്ഛൻ്റെ കൂടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ പോയ കഥ പാഠഭാഗങ്ങളിലൂടെ പഠിക്കാനുണ്ട്.
ചിത്രരചനയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള വരയും കുറിയും പരിപാടി കലേഷ് കല അവതരിപ്പിച്ചു. സുഭാഷ് അറുകര നാടൻ പാട്ടുകൾ പാടി കുട്ടികളെ രസിപ്പിച്ച് കൊട്ടും പാട്ടും അവതരിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എഴുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ക്ഷയിച്ചു തുടങ്ങിയ ബ്രിട്ടീഷുകാരുടെ അലക്കുശാല പരിയാരത്ത് ബാക്കി നിൽക്കുന്നു. മദ്രാസ് ഗവൺമെന്റ് 1953 ആരംഭിച്ച മലബാർ ജില്ലയിലെ ഏക ക്ഷയരോഗ സാനിറ്റോറിയത്തിന്റെ അലക്കുശാലയാണ് ആ ദുരന്ത കാലത്തിന്റെ ബാക്കിപത്രമായി നിലകൊള്ളുന്നത്. വലിയ ഭീതിയോടെയാണ് ആ പഴയ കാലം ഇവിടുത്തുകാർ ഓർത്തെടുക്കുന്നത്. ഈ ഭാഗത്തേക്കൊന്നും അക്കാലത്ത് ആളുകൾ വഴിപോകുന്നത് പോലും കുറവായിരുന്നു. അത്ര കണ്ട് രോഗവ്യാപനത്തെ പേടിച്ചിരുന്നു എന്നർത്ഥം. ക്ഷയരോഗികളെ ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ്. 1953 തുടക്കത്തിൽ തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നെത്തിയ ധോബി തൊഴിലാളികൾ കൈകൾ കൊണ്ടാണ് രോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും ഉൾപ്പെടെ എല്ലാവിധ തുണികളും കഴുകിയിരുന്നത്. ഇത് രോഗവ്യാപനത്തിന് കാരണമാകുന്നതിനാലാകാം ഇവിടത്തേക്ക് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അലക്കുയന്ത്രങ്ങൾ എത്തിച്ചത്. കപ്പലിൽ മദ്രാസിലെത്തിച്ച മെഷീനുകളാണ് പയ്യന്നൂരിലേക്ക് ട്രെയിനിൽ കൊണ്ടുവന്നതെന്നാണ് ആദ്യകാല ജീവനക്കാർ പറയുന്നത്. എന്നാൽ ഈ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ പരിശീലനം സിദ്ധിച്ചവർ ഇല്ലാത്തതിനാൽ സ്ഥാപിച്ച് 6 മാസം കഴിഞ്ഞാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഈറോഡിൽ നിന്നുള്ള 5 കുടുംബങ്ങളെ ഇതിനായി ഇവിടേക്ക് എത്തിച്ചു. ഇവർക്ക് താമസിക്കാനായി പ്രത്യേക ക്വാർട്ടേഴ്സുകളും പണിതു നൽകി. ഈ ക്വാർട്ടേഴ്സുകൾ ഇപ്പോൾ ഔഷധിയുടെ നഴ്സറി വിഭാഗം ഓഫീസുകളായി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. തുണികൾ കൈതൊടാതെ ലോഡ് ചെയ്ത് നൽകി ഉണക്കി ലഭിക്കുന്ന രീതിയിൽ ആധുനികമായ മെഷീനുകൾ തന്നെയായിരുന്നു അലക്കുശാലയിൽ സ്ഥാപിച്ചത്. പരിയാരം ആശുപത്രി സമുച്ചയത്തിൽ നിന്ന് ഏറെ അകലെ കടന്നപ്പള്ളി റോഡിലാണ് അലക്കുശാല സ്ഥിതി ചെയ്യുന്നത്. അലക്കുശാലയിലെ ഉപകരണങ്ങളിൽ പലതും സാനിറ്റോറിയം അടച്ചുപൂട്ടിയ 1992 കാലത്ത് തന്നെ മോഷണം പോവുകയും ചെയ്തിരുന്നു. കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ച ഉപകരണങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അവ ഏതാണ്ട് മുഴുവനായും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. 7 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഓടുകൾ പലതും തകർന്നു വീണിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് നിർമ്മിതിയായതിനാൽ കെട്ടിടത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകളില്ല. വലിയ പേടിയോടുകൂടി ആളുകൾ നോക്കിക്കണ്ട ഒരു രോഗം. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന രോഗികളെ ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പിന്നെ കുടുംബക്കാരൊന്നും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇവരെ സംസ്കരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചുമരിന് പോലും ആ ഒരു വേദനയുടെ കഥയായിരിക്കും പറയാനുണ്ടാവുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാതോർത്ത് കഴിഞ്ഞാൽ ആ വേദനകളായിരിക്കും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ. നാടൻ കോഴി വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തി സ്വാമിമുക്കിലെ K മനീഷ്. ബ്രോയിലർ കോഴികൾ നാട്ടിൽ വ്യാപകമാകുമ്പോൾ മനീഷിന്റെ നാടൻ കോഴി വളർത്തൽ വേറിട്ട കാഴ്ചയാവുകയാണ്. ബ്രോയിലർ കോഴി വളർത്തൽ വ്യാപകമാകുമ്പോൾ നാടൻ കോഴികൾ കാണാമറയത്താവുകയാണോ? ഒരു കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്നു നാടൻ കോഴികൾ. ഇപ്പോൾ ഇവയെ പരിപാലിക്കുന്നത് അപൂർവം ചിലർ മാത്രമാണ്. അത്തരത്തിലൊരാളാണ് സ്വാമിമുക്ക് വെരീക്കരക്കാവിന് സമീപത്തെ K മനീഷ്. നാടൻ കോഴിയും അതിന്റെ മുട്ടയും മോശമല്ലാത്ത ഒരു വരുമാനം നൽകുന്നുണ്ട് മനീഷിന്. ഇദ്ദേഹത്തിന് 30-ൽ പരം നാടൻ കോഴികളുണ്ട്. ഞാൻ കുറച്ച് നാളായി കോഴിനെ കൃഷി ചെയ്യുന്നു. പിന്നെ മുട്ട വിൽപ്പനക്ക് കൊടുക്കലുണ്ട്. നാടൻ കോഴി അത്യാവശ്യം ആൾക്കാർ വരലുണ്ട്. പിന്നെ ബാക്കിയുള്ള മുട്ടയെല്ലാം കുഞ്ഞാൾക്കെല്ലാം കൊടുക്കലുണ്ട്. 10-30 കോഴിയുണ്ട്. ഒരു കൃഷിയായിട്ടല്ല, ഒരു അത്യാവശ്യം ആവശ്യക്കാർക്ക് കൊടുക്കലുണ്ട് മുട്ടയും കോഴിയുമായിട്ട്. മൊത്തം മുട്ട ഉൽപാദന കാലദൈർഘ്യം, പോഷക ഗുണം എന്നിവയിലൊക്കെ നാടൻ കോഴികളാണ് മുന്നിൽ. കൂടാതെ രോഗസാധ്യതയും കുറവാണ്. കുറഞ്ഞ തീറ്റ ചെലവും മതി. അടയിരിക്കുന്ന സ്വഭാവമാണ് മുന്തിയ മുട്ട ഉൽപാദന ഇനങ്ങളെ അപേക്ഷിച്ച് നാടൻ കോഴികളുടെ പ്രധാന സവിശേഷത. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് SN വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുരുത്തോല കളരി സംഘടിപ്പിച്ചു. 100ഓളം കുട്ടികൾ കളരിയിൽ പങ്കെടുത്തു. കുരുത്തോലകൾ കൊണ്ടുള്ള നിർമ്മിതികൾ കുട്ടികൾക്ക് നവ്യാനുഭവമായി. വായനശാല കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ K പവിത്രൻ കുരുത്തോല കളരി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ആരോമൽ സ്വാഗതം പറഞ്ഞു. ബാലവേദി ചെയർമാൻ വൈഷ്ണവ് K അധ്യക്ഷനായി. ബാലവേദി കൺവീനർ സബര്യ നന്ദിയും പറഞ്ഞു. ജിതിൻ പുളിയക്കോട്, അശോകൻ ചന്തപ്പുര എന്നിവർ കുരുത്തോല കളരിക്ക് നേതൃത്വം നൽകി. 100ഓളം കുട്ടികൾ കുരുത്തോല കളരിയിൽ പങ്കെടുത്തു. നിരവധി കളിക്കോപ്പുകളും തൊപ്പി, തത്ത, പാത്രങ്ങൾ തുടങ്ങിയവയും കളരിയിൽ വെച്ച് കുരുത്തോല കൊണ്ട് തയ്യാറാക്കി.
കുരുത്തോല കൊണ്ടുള്ള നിർമ്മിതികൾ കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബസ്സുകളുടെയും ജീപ്പിന്റെയും മിനിയേച്ചർ ഒരുക്കി അത്ഭുതപ്പെടുത്തുകയാണ് കാങ്കോൽ കാളീശ്വരത്തെ KV ഗോവിന്ദൻ. കുട്ടിക്കാലം മുതലേ ഇത്തരം കാര്യങ്ങളിൽ കമ്പമുണ്ടായിരുന്നു ഗോവിന്ദന്. കോവിഡ് കാലത്താണ് കാർബോർഡ് കൊണ്ട് ഇത്തരത്തിൽ മിനിയേച്ചർ ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നീടത് ഇത്തരത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുകയായിരുന്നു. KSRTC ബസ്സുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് ഗോവിന്ദന്റെ പക്കൽ. പഴയകാല KSRTC മുതൽ പുതിയ കാലത്തെ ഫാസ്റ്റ് പാസഞ്ചറും എക്സ്പ്രസും വരെ ഇക്കൂട്ടത്തിലുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ്സുകളുമുണ്ട്. ജീപ്പും ഗോവിന്ദന്റെ കലാചാതുരിയിൽ പിറവിയെടുത്തിട്ടുണ്ട്. ഫോറക്സ്, അക്കർലെക്സ്, സ്റ്റീലിന്റെ വെൽഡിംഗ് റാഡ്, LED ബൾബുകൾ തുടങ്ങിയവയാണ് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ഗോവിന്ദൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബസ്സുകളെല്ലാം നിരത്തിവെച്ചാൽ ഒരു ബസ് സ്റ്റാൻഡാണെന്ന് തോന്നും. വളരെ ചെറുപ്പകാലം മുതലേ വണ്ടിയുടെ ഒരു കമ്പമുണ്ട്. അപ്പോൾ മുമ്പ് ആദ്യം കാർഡ്ബോർഡിലെല്ലാം ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇപ്പം പല ആൾക്കാരും യൂട്യൂബിലും അങ്ങനെയെല്ലാം കണ്ടുകൊണ്ട് ഇപ്പോൾ 2020 മുതലാണ് ഇപ്പം ഫോറക്സ് എന്ന ഷീറ്റിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോട്ടയത്തിൽ, ജയപാൽ എന്ന് പറഞ്ഞു, ജയപാൽ സുകുമാരൻ. അദ്ദേഹമാണ് നമുക്ക് ഇതിൻ്റെ അളവ്, വണ്ടിയുടെ അളവും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഭാര്യ പ്രീതയും മക്കൾ ഹരിഗോവിന്ദും കൃഷ്ണഗോവിന്ദും ഗോവിന്ദനെ വാഹനങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിൽ സഹായിക്കാറുണ്ട്. തയ്യൽ തൊഴിലാളിയാണ് ഗോവിന്ദൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി TCV കുഞ്ഞിക്കണ്ണ പൊതുവാൾ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെ കൊടിമരത്തിൽ ത്രിവർണ്ണ പതാക പാർത്തിയ മൂവർ സംഘത്തിൽ ഒരാളായിരുന്നു TCV കുഞ്ഞിക്കണ്ണ പൊതുവാൾ. അതുകൊണ്ട് തന്നെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. അന്നൂർ ഗ്രാമക്ഷേമ സമിതി പരിസരത്ത് പുഷ്പാർച്ചനയും നടന്നു. പ്രസിഡന്റ് KT ഹരീഷ് അധ്യക്ഷനായി. കൗൺസിലർ A രൂപേഷ്, P പത്മനാഭൻ, P രാജേഷ്, KM ഉമേശൻ, P കമ്മാര പൊതുവാൾ, NP രാജൻ, മോഹനൻ V, KM രമേശൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ദേശീയപാതയിലെ അടിപ്പാതയിൽ സർവീസ് റോഡിൽ നിന്നും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഭാഗത്ത് വാഹനങ്ങളുടെ അടിഭാഗം തട്ടുന്നതായി പരാതി. നിർമ്മാണത്തിലെ അപാകതയാണ് വാഹനങ്ങളുടെ അടി തട്ടാൻ കാരണമാകുന്നത് എന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. പിലാത്തറ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സർവീസ് റോഡിൽ നിന്നും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നിടത്ത് അടിഭാഗം തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി പരാതി. ബസ്സുകളുടെയും കാറുകളുടെയും അടിഭാഗമാണ് കൂടുതലായും തട്ടുന്നത് വലിയ ശബ്ദത്തോടെയായതിനാൽ സമീപത്തുള്ളവരെ ഇത് പരിഭ്രാന്തിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. അടിതട്ടുന്ന വാഹനങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ പറ്റുന്നതായും ഡ്രൈവർമാർ പറയുന്നു. അണ്ടർപാസിന്റെ നിർമ്മാണം ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ്. കാരണം എല്ലാ വണ്ടിയും അടിമുട്ടി, ബസ്സുകളും അങ്ങോട്ട് അടിമുട്ടി, എല്ലാ സൗണ്ടും ഒച്ചയും ചെരിഞ്ഞും എല്ലാം പോകുന്നത്. കാറ് വേറെ ഫുൾ അടിമുട്ടിയിലാണ് പോകുന്നത്. അങ്ങനെയാണ് നിരവധി വാഹനങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടും മുട്ടിയിട്ടും അതിൻ്റെ അടി എല്ലാം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമായത്. അതിനാൽ ബന്ധപ്പെട്ട ദേശീയപാത അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൈമാറി. കൗൺസിലർ VK നിഷാദ് ഭക്ഷ്യധാന്യങ്ങൾ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J ജ്യോതിക്ക് കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സർവീസ് പ്രൊജക്ടുകളുടെ ഭാഗമായി കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പ്രതിമാസം വാഗ്ദാനം ചെയ്ത 5000 രൂപ വില വരുന്ന മെയ് മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ കൈമാറി. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 42ാം വാർഡ് കൗൺസിലർ VK നിഷാദ് ഭക്ഷ്യധാന്യങ്ങൾ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J ജ്യോതിക്ക് കൈമാറിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ദിനേഷ് കുമാർ TCV അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ സുജ വിനോദ്, ഡോക്ടർ J ജ്യോതി, അച്യുതപ്പൈ, സെക്രട്ടറി MK ചന്ദ്രൻ, ട്രഷറർ P മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചീമേനി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും മരണാനന്തര സഹായ വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വെച്ച് സമിതി അംഗമായിരുന്ന KV ഗംഗാധരന്റെ കുടുംബത്തിനുള്ള സഹായവും ഈ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച സമിതി മെമ്പർമാരുടെ മക്കൾക്കുള്ള അനുമോദനവും നടന്നു.
പി.കെ. അബ്ദുൽ ഖാദർ അധ്യക്ഷനായി, കെ.ജെ. സജി മുഖ്യപ്രഭാഷണവും അനുമോദനവും നിർവഹിച്ചു. സൈമൺ എൻ.എസ്, ഗിരീഷ് ചിമേനി, കെ. സത്യകുമാർ, പി.വി. സുധാകരൻ, കെ. നാരായണൻ, പി. പ്രിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറി ഫ്രീസർ എത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 4 ഫ്രീസറുകൾ എത്തിച്ചത്. ദേശീയപാതയുടെ സർവീസ് റോഡിൽ വാഹനങ്ങളുടെ നിയമലംഘനം പതിവ് കാഴ്ചയാകുന്നു. ഇതിന്റെ ദുരന്ത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക കാൽനട യാത്രികർ. ബസ്സുകളുടെയും ജീപ്പിന്റെയും മിനിയേച്ചർ ഒരുക്കി അത്ഭുതപ്പെടുത്തി കാങ്കോൽ കാളീശ്വരത്തെ കെ.വി. ഗോവിന്ദൻ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഗോവിന്ദന് കമ്പം വാഹനങ്ങളുടെ മിനിയേച്ചർ പതിപ്പൊരുക്കാൻ. സഹായികളായി കുടുംബവും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.